നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. അതിന് ആവശ്യമായിട്ടുള്ള നെല്ലിക്ക വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കുക ആദ്യം. എന്നിട്ട് ഇത് ഈ വെള്ളമില്ല ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ അത് നല്ലപോലെ വെന്തു പോകും. എന്നിട്ട് ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് അടുപ്പ് കത്തിക്കുക. മഞ്ഞളും ഉപ്പും ഇടുക. ഞാനിവിടെ ആവിയിലാണ് വേവിക്കുന്നത്, അടിയിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഉപ്പും ഇടുക. ഇത് തിളച്ച് കഴിയുമ്പോൾ മേപ്പോട്ട് വെള്ളം വരും. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് അടച്ചു വയ്ക്കാം. ആവിയിൽ വേവണം. ഇതാണ് നമ്മൾ ആവിയിൽ ഒരുവിധം വേവിച്ചെടുത്ത നെല്ലിക്ക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ടു. എന്നിട്ട് 1 സ്പൂണ് കായപ്പൊടി. ഞാൻ പൊടിയാണ് ഇടുന്നത്, കട്ടയാണെങ്കിൽ അത് ഒരു തിരി. പിന്നെ മുളക് പൊടി 3 സ്പൂണ് മുളക് പൊടി ഇട്ട്. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. ഞാൻ കുറച്ച് എരിവേ ഇട്ടിട്ടുള്ളൂ, മുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് നല്ലപോലെ വേണ്ടിയവർക്ക് കുറച്ചുകൂടി ഇടാം. 1 സ്പൂണ് ഉലുവാപ്പൊടി. ഇത് നന്നായിട്ട് ഇളക്കുക. ഒരു സ്പൂൺ എണ്ണ, 1-2 സ്പൂൺ എണ്ണ. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് നല്ലതുപോലെ മൂത്തതിന് ശേഷം എണ്ണ മൂത്തതിന് ശേഷം 1 സ്പൂൺ കടുക് ഇടുക. പിന്നെ മുളകിടുക. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ കരിവേപ്പില ഇടുക, അല്ലെങ്കിൽ കരിവേപ്പില ഇടണ്ട. കരിവേപ്പില ഇട്ടാൽ നല്ലതുപോലെ കരിവേപ്പില മൂത്തില്ലെങ്കിൽ ഈ അച്ചാർ കേടാവും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വെക്കാനാണെങ്കിൽ കരിവേപ്പില ഇടണ്ട. ഇങ്ങനെ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഇട്ടതിന് ശേഷം കേടാകാതിരിക്കാൻ വെള്ളം ഒട്ടും ഒഴിക്കണ്ട, നല്ലപോലെ എണ്ണ ഒഴിക്കണം. എന്നാലേ കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ. വെള്ളം വറ്റുന്ന വരെ ഇളക്കുക. നന്നായിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റുക.
എണ്ണ ഒഴിച്ചാൽ കേടാവാതിരിക്കും, നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ നെല്ലിക്ക അച്ചാർ എല്ലാവരും എല്ലാവർക്കും ഈ തയ്യാറാക്കി വീഡിയോ നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.